വെൽക്കം ടു ഫുഡ് സ്ക്വയർ കുക്കിംഗ് ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തക്കാളി ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഈ തക്കാളി ചട്നി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായതിനു ശേഷം ചെറുതായി എരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ചെറിയുള്ളി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളി ഇവിടെ മൂത്ത് വരുന്നുണ്ട്. ഏകദേശം ഒരു ബ്രൗൺ നിറത്തിലാവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്കുള്ള മസാല ആഡ് ചെയ്യാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിന് എരിവില്ലാത്ത മുളക് പൊടിയാണ് ഏറ്റവും നല്ല ബെസ്റ്റ് കേട്ടോ. കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ എരിവില്ലാത്ത മുളക് പൊടിയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ 2-3 സ്പൂൺ ഇടുകയാണെങ്കിൽ ഏറ്റവും നല്ല ബെസ്റ്റാണ് കേട്ടോ. അതിനുശേഷം ആവശ്യത്തിന് വേണ്ട കുറച്ച് പുളി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ബ്രൗൺ നിറത്തിലാവുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ചെറുതായി എരിഞ്ഞു വെച്ചിരിക്കുന്ന 3 തക്കാളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. തോല് കളഞ്ഞിട്ട് ചെറുതായി മുറിച്ചെടുത്ത തക്കാളിയാണ് കേട്ടോ ഇത്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുള്ളൂ കേട്ടോ ഇത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഒന്നും വെന്തിട്ടില്ല. വേവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഉടയാൻ വേണ്ടിയിട്ട് ഈ ചട്ടയം കൊണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ ഇവിടെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയിലത്തെ വെള്ളമൊക്കെ ഇവിടെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഒരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. ചോറിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ഒരു കറി തന്നെയാണ് കേട്ടോ ഈ ചമ്മന്തി, തക്കാളി ചമ്മന്തി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ദോശയിൽക്കോ അല്ലെങ്കിൽ ഇഡ്ഡലിക്കൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഈ ചമ്മന്തി ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്ത ദോശയിൽക്കും ഇഡ്ഡലിക്കൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ. ചട്നിയുടെ ഒന്നും ആവശ്യം വരുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. ഇതുപോലെ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റാ.